ഇതെന്താ ഈ ടെക്നോളജി എങ്ങനെയാണ്? ഇത് ബേസിക്കലി ഒരു CNC വാൾ സ്പ്രേ പ്രിന്റിംഗ് റോബോട്ടാണ്. ഔട്ട്ഡോറിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ചൈനയിലെ UV വാൾ പ്രിന്റിംഗ് മെഷീനാണ്. അല്ലാതെ നമുക്ക് ഇൻഡോർ സർഫസുകളിൽ, അതായത് സ്മൂത്ത് ആയിട്ടുള്ള ഇൻഡോർ സർഫസുകളിൽ മാത്രമേ അത്തരം മെഷീനുകൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ പ്രത്യേകത പുറത്ത് ഉപയോഗിക്കാം, നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള മതിലുകളിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. പിന്നെ ഇത് ഇലക്ഷനായിട്ട് തന്നെയാണ് ഈ സാധനം വന്നത്. നമ്മുടെ പ്രധാന ഉദ്ദേശം നമ്മൾ ഈ കാണുന്ന കൊമേഴ്ഷ്യൽ അഡ്വർടൈസ്മെന്റുകൾ കിട്ടുക, അത്തരം അഡ്വർടൈസ്മെന്റുകൾ എഴുതുക എന്നുള്ളത് തന്നെയാണ്. എങ്കിൽ പോലും ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരു ചോദ്യത്തിൽ നമ്മൾ പരീക്ഷണം നടത്തിയത് കൊണ്ട് ആൾക്കാരിലേക്ക് അത് എത്തി, അത് ശ്രദ്ധിക്കപ്പെട്ടത് ചർച്ചാ വിഷയമായി എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ചിലവ് കുറവായിരിക്കണം സ്വാഭാവികമായിട്ടും. കാരണം സ്പ്രേ പ്രിന്റിംഗ് ആയതുകൊണ്ട് തന്നെ മഷിയുടെ ചിലവ് കുറവായിരിക്കും. പിന്നെ പെർ ഡേ ഒരുപാട് മതിലുകൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് നമുക്ക് ഓരോ മതിലുകളുടെയും ചിലവ് കുറവായിരിക്കും. ഇത് നമ്മളൊരു യൂണിറ്റ് ആയിരിക്കും പോകുക. ഒരു വാഹനത്തിൽ ജനറേറ്റർ, ഇതിന് വേണ്ടുന്ന കംപ്രസർ എല്ലാം അതിനകത്ത് സജ്ജീകരിച്ചിട്ടുണ്ടാവും. നമ്മൾ കമ്പ്യൂട്ടറിൽ സാധാ ഡിസൈൻ ചെയ്യുന്നത് തന്നെ നമുക്കതിനെ ഒരു റിപ്പിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് മെഷീനിന് മനസ്സിലാവുന്ന രീതിയിലേക്ക് മാറ്റാൻ പറ്റും. ഞങ്ങളിതൊരു കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു DPIIT റെക്കഗ്നൈസ്ഡ് സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഇൻക്യുബേഷനിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ കീഴിൽ DPIIT റെക്കഗ്നൈസ്ഡ് സ്റ്റാർട്ടപ്പാണ്. ഞങ്ങൾ കഴിഞ്ഞ 1 year ആയിട്ട് ആണിത് തുടങ്ങിയത്. കഴിഞ്ഞ 1 year ആയിട്ട് ഇത് പ്രവർത്തിച്ചു വരുന്നു. ഞങ്ങൾ ഇത് കുറച്ച് ഡീപ് ടെക് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പാണ്. ഞങ്ങൾ ആദ്യത്തെ പ്രോജക്റ്റായിട്ടാണ് ചുവർ ബോട്ട് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫുള്ളി ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം നമ്മളുടെ ഫീൽഡ് ടെസ്റ്റാണ് ഇങ്ങനെ എല്ലാവരും അറിഞ്ഞതും ഒരുപാട് പേര് അന്വേഷിച്ചൊക്കെ വരുന്നുണ്ട്. സക്സസ് ആയി എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവരും അറിഞ്ഞതിൽ വളരെയധികം റെക്കഗ്നിഷൻ കിട്ടി നമുക്ക്. അതിൽ വളരെയധികം സന്തോഷം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.